ഹായ് സ്മൃതി ആട്ടാ. ഇന്നെൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഓഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ വ്ളോഗായിട്ട് ചെയ്യാം. ഞാനിവിടെ മദീന സൈഡിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണം, ഫുഡ് കഴിക്കണം, വീട് വൃത്തിയാക്കി. ഓൾറെഡി ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു വീട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ പിന്നെ അതെനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ വേഗം വയറ്റിലേക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേഗം പഴവും മുട്ടയും എൻ്റെ വയറിലേക്ക് എത്തിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി എവിടേക്ക് മദീന സൈദിലത്തെ ലുലുവിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ മെയിനായിട്ടുള്ള സെക്ഷൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ മീനൊക്കെ ഇങ്ങനെ ഭംഗിയിൽ ഐസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടത്തി വെച്ചിട്ടുള്ള ആ സെക്ഷനും ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് വെറുതെ എടുക്കുക, വാങ്ങിക്കുക, കഴിക്കുക എന്നുള്ള സെക്ഷനില്ലേ, അതെനിക്ക് ഞാൻ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും നോക്കി സന്തോഷത്തോടു കൂടി എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പെറുക്കിയെടുത്തിട്ട് നേരെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പിന്നെയും കണ്ണിലേക്ക് ഇങ്ങനെ കുളിർമ തരാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനിൽ കൂടെ നടന്ന് ബില്ലടിക്കാൻ പോയി. കുറച്ച് കാശുള്ള പരിപാടിയാണ്, എന്നാലും നമ്മൾക്ക് സാധനങ്ങൾ അത്യാവശ്യമാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാണ്ട് പിന്നെ നേരെ അടുക്കളയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് കടന്നു. കാരണം എൻ്റെ മൈൻഡിൽ എനിക്ക് ചിക്കൻ വറുത്തരച്ച ഒരു കറി, അതായത് വറുത്തരച്ചതല്ല, ചിക്കൻ വറുത്തിട്ടൊരു കറി ഉണ്ടാക്കില്ലേ, മസാലക്കറി, അതുണ്ടാക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ആ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ കറിയും വെച്ച് ചോറും വെച്ച് അത് കഴിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടിയിലേക്ക് ഞാൻ കടന്നുള്ളൂ കേട്ടോ. ബാക്കി പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കർട്ടനും കാര്യങ്ങളും കഴുകിയിടാണ്ടായിരുന്നു, ഇത്രേ ഉള്ളൂ. വേറെ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പം എൻ്റെ ഫ്ലാറ്റ് തുണി എന്നെ നോക്കി നിൽക്കണം. ഞാൻ അവൾ എപ്പോൾ പുറത്ത് പോയി നിൽക്കുകയാണെങ്കിലും അവൾ എൻ്റെ കൂടെ അങ്ങനെ വന്നു ആൻറ്റി എന്താ ചെയ്യണേ ചുക്ക് ചോദിച്ചിട്ട് ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. കുറച്ചായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവൾ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം. അപ്പം അതും കഴിച്ചിട്ട് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടോ. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് പോലും ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.